ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഫ്രെയിം ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ നമ്മളെ പെക്കേൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ കുറേ നാളെ വിചാരിക്കണു എൻ്റെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഒക്കെ നടപടിയാക്കണമെന്ന്. കാരണം ഞാനൊരു 6 മാസം കൂടുമ്പോൾ ഒക്കെ എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കാറുണ്ട്. അത് നിങ്ങൾക്കും അറിയാം, കാരണം ഞാൻ അധികം അത് നിങ്ങൾക്കൊക്കെ അറിയിക്കാറുണ്ടല്ലേ. വീഡിയോസൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങളോട് പറയാറുണ്ട് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യണത്. ഞാൻ എടുത്ത് പറയാണ്, ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഹെയറിന് എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പറയാണ് ബോട്ടോക്സ് ആണ് ചെയ്യണത്. ഒരു 1-2 വർഷമായിട്ട് ബോട്ടോക്സ് തന്നെ 6 മാസം കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ ഇപ്പം നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴും ക്രിമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പിന്നെ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടും പിന്നെ വെള്ളം മാറി യൂസാക്കി അങ്ങനെയൊക്കെ ആയിട്ട് മുടി നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പം നമ്മളൊരു പ്രോട്ടീൻ പോലെ കൊടുക്കുന്നതാണ് ഹെയറിന് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നല്ലതാണ്, അത്യാവശ്യം നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം പെക്കയിലാണ്. പെക്കേനെ കുറിച്ച് നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, നിങ്ങൾക്ക് അറിയണതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പെക്കയിൽ ഇപ്പം വാലൻറ്റൈൻസ് ഡേ ഒക്കെ വരാൻ പോവുകയാണ്. വാലൻറ്റൈൻസ് ഡേൻ്റെ കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പെക്കേൻ്റെ സലൂണിൻ്റെ പേജുണ്ട്, പെക്ക ബ്യൂട്ടി സലൂൺ എന്നുള്ള പേജുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ പേജിൽ നിങ്ങളോട് അറിയിക്കുന്നതാണ്. അപ്പോൾ ഒരു 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെയൊക്കെയാണ് നമ്മൾ ഓഫർ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഫറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വ്ളോഗിലായിരിക്കില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹെയർ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്താം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം. നേരെ നമുക്ക് പിക്കേൻ്റെ അകത്ത് കിടക്കട്ടെ. ഹലോ ഭയ്യ. ഹലോ. ആഫ്റ്റർ എ ലോങ് ടൈം അർഷാദ് ഭയ്യ വീണ്ടും എൻ്റെ വ്ളോഗിൽ വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് മുന്നേ നമ്മൾ ആദ്യം ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. AC ഇട്ടിട്ട് തലയിൽ വെള്ളം കൊള്ളുമ്പോൾ തണുക്കും. ഇവിടെ ഇരുന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അധികം ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ എടുക്കുന്നത്. അപ്പം നമ്മൾ ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇനി നമ്മൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് ഹെയറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്, എങ്ങനെയാണ് കെയർ ആക്കണേ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അധികവും ഇവിടുന്ന് തന്നെയാണ് ഹെയർ സ്പാ ആയാലും ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയാലും എല്ലാം ചെയ്യണത് ഇവിടുന്ന് തന്നെയാണ്. അപ്പം ബോട്ടോക്സ് ആണ് ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫ്രണ്ട് പോർഷൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് മടങ്ങി ഇപ്പോൾ പഴയ ഹെയർ പോലെ കേളായിട്ടുണ്ട്. ഉള്ളിലത്തൊക്കെ ബോട്ടോക്സിൻ്റെ ഇതൊക്കെ മാറിയിട്ട് ഇതുണ്ടായിട്ടുണ്ടായിരുന്നു, പഴയ ഹെയർ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബോട്ടോക്സ് ഒന്നും കൂടി ചെയ്യാമെന്ന്. അപ്പം എനിക്ക് ഈ ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് ഇത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാണ്ട് സമയത്ത് ഇത് പൊന്തി കിടന്ന് ചുളുങ്ങി കിടന്നൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, കാണാനും വലിയ ഭംഗി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബോട്ടോക്സ് ചെയ്യാമെന്ന്. എനിക്ക് ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടോക്സ് തന്നെയാണ്. കാരണം 70% അടുത്തോളം നമ്മളെ ഒരു ഹെയർ അവർ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വെക്കുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ സ്മൂത്തനിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ്ങിൻ്റെയോ ഒരു വൃത്തിയുടെ സാധനം ഇതിലുണ്ടാവില്ല, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാവില്ല. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും. ഫസ്റ്റ് 2 ദിവസം നമുക്കൊരു ഭംഗിയില്ലായ്മയൊക്കെ തോന്നും. കാരണം നമ്മൾ മുഖം ഒട്ടിയ പോലെയും പിന്നെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഒരു വാഷ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മളെ ഹെയർ നല്ല വൃത്തിക്ക് കാണും. ഈ വീഡിയോൻ്റെ എൻഡിലായാലും റിസൾട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ബിക്കോസ് അതൊരു സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണ പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാൻ റീൽസിലായാലും അല്ലെങ്കിൽ അടുത്ത വ്ളോഗിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് പിന്നെ നമ്മളത് വാഷ് ചെയ്ത് അതിനെ ഹീറ്റ് ചെയ്ത് ഒക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഹീറ്റാക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹെയർ വാഷ് ചെയ്യാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുക. അപ്പം വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് പെക്കയിൽ കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബോട്ടോക്സിന് തന്നെയാണെങ്കിൽ 4,999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ.
ഫെബ്രുവരി 14 വരെ ആ ഓഫറുള്ളൂ. അപ്പോൾ ആ ഓഫർ ആരും മിസ്സാക്കണ്ട. ബോട്ടോക്സ് ഇപ്പോൾ ഈ കാണുന്ന ലെങ്ത്തിന് തന്നെ നോർമലി 5000-6000 രൂപയൊക്കെ ആവുന്ന സ്ഥലത്ത് ഏത് ലെങ്ത്തിലാണ്, അറ്റ് എനി ഹെയർ ലെങ്ത്തിലാണ് അവർ ആ ഒരു പ്രൈസിന് ഓഫർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാക്കേണ്ട ആവശ്യമില്ല. നല്ല ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടബിളും ഭയങ്കര സേഫായിട്ടും ഫീൽ ചെയ്തത് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മളിത് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഫൈനൽ ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഭയങ്കര ഫേസൊക്കെ മാറി, അല്ലെങ്കിൽ ഭയങ്കര കട്ടി കുറഞ്ഞ പോലെ ഉണ്ട്, ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ ബോട്ടോക്സ് ചെയ്തിട്ടൊരു ഫസ്റ്റ് ഒരു 2 days നമുക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. മുടി കട്ടി കുറഞ്ഞ പോലെയും ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണ പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു നാച്ചുറൽ ഹെയർ തന്നെ നമുക്ക് കിട്ടും. പക്ക നാച്ചുറൽ ഹെയർ എന്നല്ല, പക്ഷേ ഇതുപോലെ ഭയങ്കര തിന്നായിട്ട് കിടക്കില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അയ്യോ മുടിയോ ഫുള്ള് ഭയങ്കര സ്മൂത്തായ പോലെ ഫീൽ ചെയ്യണ അങ്ങനെയൊക്കെ തോന്നി. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ മാറുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇത് 6 മാസം കൂടുമ്പോൾ ചെയ്യണതാണ്. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഹെയർ എങ്ങനെ കിടക്കണേന്ന്. അപ്പം ആരാന്നറിയില്ല, വ്ളോഗിൽ ഹൈ ഒക്കെ കത്തിട്ട് പോകുന്നുണ്ട്. അപ്പം ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളിടുന്നുണ്ട് വെക്കയിൽ. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിളായി, നല്ല അഫോർഡബിളായിട്ടുള്ള റേറ്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും ഓഫേഴ്സ് വരിക. നിങ്ങൾ ആ ഓഫേഴ്സ് മിസ്സാക്കാണ്ടിരിക്കുക. ബിക്കോസ് എന്തായാലും നമ്മൾ സ്പെഷ്യൽ ഡേക്കൊക്കെ നമ്മൾ ഒരു ക്ലീനപ്പും ഒരു ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകണ അടിപൊളിയാണ്. നമ്മൾ ചെക്കനൊക്കെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പെണ്ണിനൊക്കെ കാണാൻ പോകുമ്പോൾ ഒരു അടിപൊളി സംഭവമാണ്. എനിക്ക് പിന്നെ ചെക്കനില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഒരു സെൽഫ് ലവിൻ്റെ പേരിൽ ഞാൻ എൻ്റെ സ്കിന്നായാലും എൻ്റെ ഹെയർ ആയാലും എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വേറെ ആരും കെയർ ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് ഇതൊരു ആശ്വാസമാക്ക് മാത്രമാണ് ഗൈസ്. ആരെങ്കിലുമൊക്കെ കൂടെയുള്ളതൊക്കെ അടിപൊളിയാണ്, ഇല്ലെങ്കിലും അടിപൊളിയാണ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ വീഡിയോസിൽ അവിടുന്ന് ആദ്യം ഇതാക്കാൻ വിചാരിച്ചു. അവിടെയുള്ള വോയിസിൽ തന്നെ നമുക്ക് സംസാരിക്കണതും കാര്യങ്ങളൊക്കെ ജിമ്മ് കഴിഞ്ഞിട്ട് നേരെ വന്നു കേട്ടോ. അതാണ് ഷൂസൊക്കെ കയ്യിൽ. ആദ്യം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്യണതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന്. അതാണ് പിന്നെ ഞാൻ വോയിസ് ഓവറിലേക്ക് മാറിയത്. പിന്നെ എന്താണ്, ആദ്യം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഒരു 4:30 ആകുമ്പോൾ ഇറങ്ങി തീരുന്ന വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആൻസി ചേച്ചി, അതായത് പെക്കേൻ്റെ ഓണർ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ സംസാരിച്ചിരുന്ന്. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് 4:30-ക്കാണ്. ശരിക്കും പറഞ്ഞാൽ 1:30 തുടങ്ങി 4:30 തീരേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾ 4:30 തുടങ്ങി ഇപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ തീർന്ന് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ വേറെ വിശേഷം വേറെ ഒന്നും കണ്ടല്ലോ. ഞാനിപ്പം എൻ്റെ റൂമിലേക്ക് നടന്നുകൊണ്ട് പോവുകയാണ്. പെക്കേന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ ഇതിൽ വീട്ടിലേക്ക്, ഒരു 1 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ. അപ്പം നടന്നു പോകുമ്പം എനിക്ക് ആൾക്കാരൊക്കെ നോക്കണോണ്ടൊക്കെ ഞാൻ ഈ ഒരു ടൈപ്പ് സംഭവം ആൾക്കാർ ചെയ്യാറുണ്ടല്ലേ, എന്താണ് നടന്നു പോകുമ്പം മടിയാകുമ്പോൾ ബോറടിക്കുമ്പോൾ ഒക്കെ വ്ളോഗ് ഓണാക്കൽ, അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ പേടിയാകുമ്പോൾ വ്ളോഗ് ഓണാക്കൽ, ഒരു കംഫർട്ടബിളിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ സംഭവം. പക്ഷെ എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പബ്ലിക് ഫിയറോ അല്ലെങ്കിൽ ആൾക്കാർ നോക്കുന്നുണ്ട് അങ്ങനത്തെ സംഭവമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏത് ആൾക്കാരുടെ ഇടയിലും വ്ളോഗ് എടുക്കും, ഏത് പബ്ലിക്കിൻ്റെ ഇടയിലും വ്ളോഗ് എടുക്കും. എനിക്ക് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഗൈസ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്. കാരണം എൻ്റെ ഹെയർ പഴയ ഹെയറല്ല, പഴയ ഹെയറിൽ ഭയങ്കര കേളി ഹെയർ ആയിരുന്നു. അത് മാത്രമല്ല ടെക്സ്ചർ ആയാലും എല്ലാം വ്യത്യാസമുണ്ടായി. ഇപ്പോൾ കിടക്കുന്നത് ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഹെയറാണ്. ഭയങ്കര എനിക്ക് ഇപ്പോഴുള്ള ഹെയർ, പഴയ ഹെയറും ഇഷ്ടമാണ്. പക്ഷേ എനിക്കിപ്പോഴുള്ള എൻ്റെ ഹെയർ കുറച്ചും കൂടി ഇഷ്ടമാണ്. കാരണം അത് കെയർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ കെട്ടി വെക്കേണ്ട ആയാലും സ്റ്റൈൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടും ഭയങ്കര ഭംഗിയായിട്ടും എനിക്ക് തോന്നാറുണ്ട് പഴയ ഹെയറിനെക്കാട്ടും. പക്ഷേ പഴയ ഹെയർ ആയിരുന്നു ഭയങ്കര തിക്ക്, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഹെയർ ഈ ഒരു ഹെയറിലേക്ക് മാറിയപ്പോൾ ആൾക്കാർ കുറേ പേര് എൻ്റെ അടുത്ത്, ഇപ്പം ഈ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ, ഇപ്പം ഞാൻ കള്ളം പറയണ പോലെ ഒന്നും തോന്നരുത്, ഇത് കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ സ്മൂത്തനിങ് അല്ലെങ്കിൽ നമ്മൾ വേറെ അതായത് സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യണ സമയത്ത് ഹെയർ ഭയങ്കര ഡാമേജ് ആവാറുണ്ട്. അതുകൊണ്ടൊക്കെ പിന്നെ ഞാനത് കെരാറ്റിൻ ചെയ്ത് നോക്കി. കെരാറ്റിനും എനിക്ക് വലിയ
എന്താ പറയുക പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ബോട്ടോക്സാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത്. നമ്മളെ റൂമിൻ്റെ അവിടെ എത്താനായി. അപ്പം ഇത്ര പറയാനുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹെയറിൻ്റെ കെയറിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ അപ്പോൾ മറക്കണ്ട, പെക്കയിൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഓഫേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും സ്റ്റോറി ഇടുന്നുണ്ട്. അഥവാ മിസ്സായി പോയെങ്കിൽ നിങ്ങൾക്ക് പെക്കേൻ്റെ പേജ് നോക്കിയാലും കിട്ടും കേട്ടോ. അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഡീറ്റെയിൽസും ഒക്കെ പേജിൽ തന്നെ ഉണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. വീഡിയോന് ലൈറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്. എൻ്റെ റൂമും എത്താനായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.